ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയാണ്. 2 ബുക്കുണ്ട്. ഫസ്റ്റ് ബുക്കിൽ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഡിസംബർ മാസത്തിൽ ഒരു പ്രാഥമികഘട്ട പരീക്ഷ നടക്കാൻ പോവുകയാണ്. LDC, LGS, OA പോലുള്ള, അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമുകൾക്ക് വേണ്ട ഒരു പ്രാഥമികഘട്ട പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സിലബസ് കേരള PSC ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ 10 മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതിൽ 7ാമത്തെ മൊഡ്യൂളാണ് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിൻ്റെ അകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അതിൻ്റെ 3ാമത്തെ ഭാഗം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഒരു പൊതു അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 1ഉം 2ഉം ബുക്കിൽ നിന്ന് കുറഞ്ഞത് 5 ചാപ്റ്ററെങ്കിലും നോക്കണം. 6, 7, 8 ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത്, അതായത് 3ാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റേസിസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്, അഥവാ സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി ഗ്രന്ഥികളും അതുപോലെ തന്നെ അവ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതെങ്കിലുമൊക്കെ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, സയൻസിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് ഈ ഒരു ചാപ്റ്ററിനാണ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ജനറലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് വലിയൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും മിസ്സാവരുത് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാൻ വേണ്ടി സാധിക്കും. പറഞ്ഞല്ലോ, കോച്ചിങ് സെൻറ്ററിലൊക്കെ ഒരുപക്ഷെ 5-6 ക്ലാസ് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് തീർക്കുന്നത്. പക്ഷേ പ്രാഥമികഘട്ട പരീക്ഷയ്ക്ക് നമുക്കെന്താണ്, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയും, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറയും. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് നമ്മൾ പാരലലി ഡിസ്കസ് ചെയ്ത് പോകും. MCQ ടൈപ്പ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തലാമസ്, ഹൈപ്പോ തലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡ്, അതുപോലെ പാൻക്രിയാസ്, അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ ഹോർമോൺസ്, തൈമസ് ഗ്ലാൻഡ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പഠിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേരാണ് സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ, അഥവാ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റേസിസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഓൾറെഡി പറഞ്ഞു, ഇത് വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ കുറേ പാർട്ടായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ ഒരു 3-4 പാർട്ടായിട്ട് ചെയ്യാനുള്ളതുണ്ടാവും. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരും ആദ്യമായിട്ട് പഠിക്കുന്നവരും ഒറ്റയടിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. 1, 2, 3 തവണയായിട്ട് പഠിച്ചാൽ മതി. പഠിച്ചവർക്ക് റിവൈസ് ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു തവണ, വേണമെങ്കിൽ സ്പീഡൊക്കെ കൂട്ടിയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം വലിയൊരു ചാപ്റ്ററാണ്, അത് ആദ്യം അങ്ങ് പറയുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അവയവ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അന്തസ്രാവി വ്യവസ്ഥ. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കും. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്ന അവയവ്യവസ്ഥ, ഓർഗൻ സിസ്റ്റമാണ് അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം. അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഉൾപ്പെടുന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ. ഈ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്, അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്, അതിന് പറയുന്ന പേരാണ് ഹോർമോണുകൾ. ഇത് രണ്ടും കൂടെ ചേരുന്ന വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരായിരിക്കും അന്തസ്രാവി വ്യവസ്ഥ. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസവാഹകരാണ് ഹോർമോണുകൾ. നമുക്കറിയാം, മനുഷ്യൻ്റെ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. ഈ നഖത്തിൽ കാണുന്ന തരം കോശങ്ങളായിരിക്കില്ല ഒരുപക്ഷെ സ്കിന്നിൽ കാണുക, അതുപോലെ തന്നെ അതേ തരം കോശങ്ങളായിരിക്കില്ല ഒരുപക്ഷെ മുടിയിൽ കാണുക. അപ്പം പലതരം കോശങ്ങളുണ്ട്. പല കോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസവാഹകരാണ് ഹോർമോണുകൾ, അഥവാ കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ് ഈ പറഞ്ഞ ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾ ശരീരകലകളിലേക്ക് എത്തിച്ചേരുവാൻ കുഴൽ സംവിധാനം ഇല്ലാത്തതിനാൽ ഇവ അറിയപ്പെടുന്ന പേരാണ് നാളീരഹിത ഗ്രന്ഥികൾ, അഥവാ ഡക്റ്റ് ലെസ് ഗ്ലാൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്, ഈ പറഞ്ഞ അന്തസ്രാവി ഗ്രന്ഥികളാണ്. ഇവ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്യൂബിൽ കൂടെ ആയിരിക്കില്ല ഇത്
കെമിക്കൽസ് അഥവാ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ബ്ലഡിൽ കൂടെ തന്നെ ആയിരിക്കും. ബ്ലഡിലേക്ക് ഇത് റിലീസ് ചെയ്യും, എന്നിട്ട് ബ്ലഡിൽ കൂടെ തന്നെ ആയിരിക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഡക്റ്റ് ഇല്ല. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരായിരിക്കും ഡക്റ്റിലസ് ഗ്ലാൻസ് അഥവാ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കും. നമുക്കറിയാം ഹോർമോണുകൾ രക്തത്തിൽ കൂടിയാണ് സംവഹിക്കപ്പെടുന്നത് അഥവാ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന കോശങ്ങളുണ്ട്. അവയെ വിളിക്കുന്ന പേരായിരിക്കും ടാർഗറ്റ് സെൽസ് അഥവാ ലക്ഷ്യകോശങ്ങൾ. നമുക്കറിയാം ഈ പറഞ്ഞ ഹോർമോണുകൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നുണ്ട് രക്തത്തിൽ കൂടെ. പക്ഷേ എന്താണ്, അത് ഒരു പർട്ടിക്കുലർ സെല്ലിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അത്തരം കോശങ്ങളെ പറഞ്ഞ പേരായിരിക്കും ലക്ഷ്യകോശങ്ങൾ അഥവാ ടാർഗറ്റ് സെൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലെ തലാമസിനോട് ചേർന്നിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് TSH എന്ന് പറയും, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡിൽ കൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. പക്ഷേ അത് വർക്ക് ചെയ്യുന്നത് തൈറോയ്ഡിൽ മാത്രമായിരിക്കും. അപ്പോൾ അതാണ് ഹോർമോൺസിൻ്റെ പ്രത്യേകത. രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരം മുഴുവൻ എത്തിച്ചേരുന്നു. അതാത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതാത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതാത് ഗ്രാഹികൾ അതായത് റിസപ്റ്റേഴ്സ്, കൃത്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉള്ള കോശങ്ങൾക്ക് മാത്രമേ അതാത് ഹോർമോണുകളെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മുമ്പേ പറഞ്ഞല്ലോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ കേസ് പറഞ്ഞല്ലോ. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുറേയധികം ഹോർമോണുകളെ റിലീസ് ചെയ്യുകയാണ്. അത് ഏതിനെ എയിം ചെയ്തിട്ടാണ്? ഈ പറഞ്ഞ തൈറോയിഡിനെ എയിം ചെയ്തിട്ടാണ് TSH എന്നുള്ള ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ആ കൃത്യമായിട്ടുള്ള അതിനുള്ള കറസ്പോണ്ടിങ് റിസപ്റ്റേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. തൈറോയിഡിലിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സാണ്. ആ റിസപ്റ്ററിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് റിസപ്റ്റർ ഇതിനെ പിടിച്ചെടുക്കുകയും പിന്നീട് ഈ പറഞ്ഞ ഹോർമോൺ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഹോർമോണുകൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഏത് ടാർഗറ്റ് സെല്ലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ ടാർഗറ്റ് സെല്ല് കൃത്യമായിട്ടുള്ള ഹോർമോണെ പിടിച്ചതിന് ശേഷം അപ്പോൾ അവിടെ ആ ഹോർമോൺ വർക്ക് ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ള സെല്ലുകളിലെല്ലാം തന്നെ ഈ ഹോർമോൺ എന്താണ്, നിരുപദ്രവകാരി ആയിരിക്കും. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിപ്പിച്ച് രൂപപ്പെടുന്ന സംയുക്തത്തെ പറയുന്ന പേരാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം അഥവാ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് വിളിക്കും. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിപ്പിച്ച് രൂപം കൊള്ളുന്ന സംയുക്തമാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം അഥവാ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഹോർമോൺ ഗ്രാഹി സംയുക്തത്തെ തുടർന്ന് രൂപപ്പെടുന്ന രാസാഗ്നികൾ കോശത്തിനകത്ത് പ്രവർത്തനക്ഷമം ആവുകയും അതുപോലെ തന്നെ കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യും. ഇപ്പോൾ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദഹനത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസ് ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയായിരിക്കും ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് പാൻക്രിയാസിനെ പറ്റിയാണ്. പാൻക്രിയാസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന അന്തസ്രാവി ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ഊർജ്ജ ഉൽപ്പാദനത്തിന് ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഗണ്ണിൻ്റെ ഷേപ്പാണ് ഇതിനുള്ളത്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. തോക്കിൻ്റെ ഷേപ്പിലുള്ള ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? പാൻക്രിയാസ് ആണ്. ഓക്കെ, ഊർജ്ജ ഉൽപ്പാദനത്തിൽ ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. അതുപോലെ ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വ ആശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. നമുക്കറിയാം ആമാശയത്തിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഈ പറഞ്ഞ ചെറുകുടൽ, വൻകുടലൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ചെറുകുടലിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഡിയോഡിനം, ജെജിനം ആൻഡ് ഇലിയം. ഈ ഡിയോഡിനത്തിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് പാൻക്രിയാസ്. ഡിയോഡിനം അഥവാ പക്വ ആശയത്തിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആമാശയത്തിൻ്റെ തുടർച്ച, അതായത് സ്റ്റൊമക്കിൻ്റെ തുടർച്ചയായിട്ടുള്ള പക്വ ആശയത്തിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇതിൻ്റെ സെക്രീഷൻസ് എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഡിയോഡിനം അഥവാ പക്വ ആശയത്തിലേക്കാണ് പോകുന്നത്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന കോശ സമൂഹത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതുപോലെ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ രണ്ട് തരം കോശങ്ങളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും. ഇതും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കഗോൺ. അതുപോലെ തന്നെ ബീറ്റ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ്റെ കേസാണ് ഒരുപാട് ചോദിച്ചിരിക്കുന്നത്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? ഇൻസുലിൻ എന്നാണ്. ഇവിടെ നോക്കുക,
ഇവിടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആൽഫ കോശങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ കോശങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൽഫ കോശങ്ങളാണ് റെഡ് കളറിൽ കാണപ്പെടുന്നത്, ബീറ്റ കോശങ്ങളാണ് ഈ പറഞ്ഞ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, തോക്കിൻ്റെ ഷേപ്പുള്ള അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്ത്? പാൻക്രിയാസ്. അതുപോലെ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഇതിൽ കാണപ്പെടുന്ന കോശ സമൂഹം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? ഈ പറഞ്ഞ പാൻക്രിയാസ് എങ്ങോട്ടാണ് അതിൻ്റെ സെക്രീഷൻ റിലീസ് ചെയ്യുന്നത്? ഡിയോഡനം അഥവാ പക്വാശയത്തിലേക്കാണ് അത് അതിൻ്റെ സെക്രീഷൻ റിലീസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻസുലിൻ്റെ ധർമ്മം എന്താണെന്നുള്ള കാര്യം നോക്കാം. അതായത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതുപോലെ തന്നെ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. കരളിൽ ഈ പറഞ്ഞ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ മസിൽസിലും ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യും. ഇതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ എന്താണ്? ഇൻസുലിനാണ്. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്ലൈക്കോജനാക്കി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൻ്റെ അകത്ത് ആൽഫ സെൽസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. ഈ ഗ്ലൂക്കഗോണും ഗ്ലൈക്കോജനും തമ്മിൽ ആദ്യം പഠിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ആവരുത്. രണ്ടും രണ്ട് ടൈമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻ്റാണ് എന്ത്? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും എന്താണ്? ഗ്ലൂക്കഗോണാണ്. അപ്പം ഇൻസുലിൻ്റെ ധർമ്മവും ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മവും നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇൻസുലിൻ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കും. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് എന്താണ്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൂക്കഗോണാണ്. ഓക്കെ, അതുപോലെ തന്നെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml. 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml ആണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ, രക്തത്തിലെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് അഥവാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ മസിൽസ് ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും ബ്രെയിൻ്റെ സെൽസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ രക്തത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ മസിലും നമ്മുടെ ബോഡി ആക്ടിവിറ്റിക്കെല്ലാം വേണ്ടുന്നതിലും അധികം ഗ്ലൂക്കോസ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ മിക്കപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരളിലായിരിക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ മസിൽസിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാ പറഞ്ഞത്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കുറയും. കാരണം ഗ്ലൂക്കഗോൺ ഉണ്ടെങ്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും, അത് വേണ്ട. ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും. ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിലോ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം കൂടും. ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ളപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ രണ്ട് ഹോർമോൺസാണ്, ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നിട്ടാണ്. ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്തത് മൂലമോ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിന് മൂത്രത്തിൽ കൂടെ പുറത്ത് കളയുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. ഒന്നുകിൽ ബീറ്റ സെൽസ് നശിച്ചു പോകാം, ബീറ്റ സെൽസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് നശിച്ചു പോകാം. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻസുലിൻ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്,
റിസപ്റ്റർ കൃത്യമായിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് സെല്ലിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഈ ടാർഗറ്റ് സെൽസിൻ്റെ അകത്ത് കൃത്യമായിട്ട് റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗ്രാഹികൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രമേഹം എന്നുള്ള രോഗം ഉണ്ടാകാം. അതായത് മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് പുറത്തു പോകാം, പഞ്ചസാര പുറത്തു പോകാം. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. അതുപോലെ തന്നെ ഏതൊരു കണ്ടീഷനാണ് പ്രമേഹം എന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭാത ഭക്ഷണത്തിന് മുൻപ് 126 മില്ലിഗ്രാം പെർ 100 ml മുകളിൽ ഷുഗർ അഥവാ ഗ്ലൂക്കോസ് മൂത്രത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഓർത്തോണം. നോർമൽ ലെവൽ എത്രയാണ്? 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml ആണ്. 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml ആണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ 126 ആണ്. 126 മില്ലിഗ്രാം പെർ 100 ml മുകളിലേക്കാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുക. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ള കാര്യം നോക്കാം. അതായത് വർദ്ധിച്ച വിശപ്പും ദാഹവും അതുപോലെ തന്നെ കൂടെയുള്ള മൂത്രവിസർജനവുമാണ് പ്രമേഹത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനിയിപ്പോൾ ഈ പ്രമേഹം 2 തരമുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് 1ൻ്റെ എന്തുകൊണ്ടാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാവാം. ഫസ്റ്റ് റീസൺ അതാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ ശ്വേതരക്താണുക്കളായ T ലിംഫോസൈറ്റ്സ് പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലവും ആകാം. അപ്പോൾ 2 കാരണങ്ങളാണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായ T ലിംഫോസൈറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് എന്തിനെ നശിപ്പിക്കുന്നു? അത് നമ്മുടെ ബീറ്റ സെൽസിനെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസിനെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എന്തുണ്ടാകാം? ഈ പറഞ്ഞ ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകാം. ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നുള്ളതാണ്. അത് ടാബ്ലറ്റ് വഴിയാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആകാം. ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇൻസുലിൻ കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ചികിത്സ. ഇനിയിപ്പോൾ ടൈപ്പ് 2 പ്രമേഹം, അതായത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥ. അതായത് റിസപ്റ്റർ സെൽ ടാർഗറ്റ് സെല്ലിൻ്റെ അകത്ത്, അതായത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന ആ ഒരവസ്ഥ. ഇത് പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണ്. ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണമാണ് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരിക എന്നുള്ള അവസ്ഥ. അതുപോലെ ഇതിൻ്റെ ലക്ഷണമാണ് പൊണ്ണത്തടിയാണ് ഇതിൻ്റെ ലക്ഷണം. ജീൻ തകരാറാണ് ഇതിൻ്റെ പ്രധാന റീസൺ. ജീൻ തകരാറും ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാകുന്നു. പൊണ്ണത്തടിയും അതുപോലെ ജീൻ തകരാറും ഇതിന് കാരണമായി വരാറുണ്ട്. ഈ പൊണ്ണത്തടി നമുക്ക് വ്യായാമം ചെയ്ത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. എക്സസൈസ് ചെയ്താൽ മതി. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം മൂലവും ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലോക പ്രമേഹ ദിനം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നവംബർ 14 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ കൂടെ ചേർന്നിട്ടാണ് ആഘോഷിക്കുന്നത്. ലോക പ്രമേഹ ദിനം നവംബർ 14 അല്ലെങ്കിൽ ആചരിച്ചു പോരുന്നത്. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്തെന്ന് ചോദിച്ചാൽ നീല നിറത്തിലുള്ള വൃത്തമാണ് ലോക പ്രമേഹത്തിൻ്റെ ലോഗോ. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ. അതുപോലെ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റ് ബെനഡിക്ട് ടെസ്റ്റ്. ഈ ബെനഡിക്ട് ടെസ്റ്റ് പല രീതിയിൽ ചോദിക്കും. സ്റ്റാർച്ചിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ടെസ്റ്റ്, അന്നജത്തിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റ്, അതുപോലെ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റ് എല്ലാം എന്താണ്? ബെനഡിക്ട് ടെസ്റ്റാണ്. ഈ പറഞ്ഞ 3ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥി. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയെപ്പറ്റി ചോദിക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. എന്താണ് ഈ ഉപാപചയ പ്രവർത്തനം? അതായത് മെറ്റാബോളിസം എന്ന് പറയുമ്പോഴത്തേക്ക് അനബോളിക് ഉണ്ട്, അതുപോലെ കാറ്റബോളിക് ഉണ്ട്. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവൃത്തി അറിയപ്പെടുന്ന പേരാണ് ഉപാപചയം അഥവാ മെറ്റാബോളിസം. നിർമ്മാണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അനബോളിക്, ശിഥിലീകരണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കാറ്റബോളിക്. അങ്ങനെ അനബോളിക്കും കാറ്റബോളിക് പ്രോസസ്സും കൂടെ ചേർന്നുള്ളതിനെയായിരിക്കും നമ്മൾ പറയുന്നത് മെറ്റാബോളിസം അഥവാ ഉപാപചയം. കൺസ്ട്രക്ഷൻ ഉണ്ട്, ഡിസ്ട്രക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഉപാപചയം അഥവാ മെറ്റാബോളിസം എന്ന് പറയാം.
ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഉപാപചയം. അതുപോലെ തന്നെ സ്വനപേടകത്തിന് തൊട്ട് താഴെ ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ്. നമ്മുടെ വോക്കൽ ബോക്സിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 2 ഹോർമോണാണ്, തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണിനും. ഇതിൻ്റെ ധർമ്മങ്ങൾ നമുക്ക് നോക്കാം. തൈറോക്സിൻ്റെ ഫംഗ്ഷൻ ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു, എനർജി പ്രൊഡക്ഷൻ കൂട്ടുന്നു, അതുപോലെ തന്നെ മെറ്റാബോളിക് അതായത് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു. അതുപോലെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും അതുപോലെ തന്നെ വികാസവും ത്വരിതപ്പെടുത്തുന്നു, ഫാസ്റ്റാക്കുന്നു. ശൈശവാവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും ബ്രെയിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നത് തൈറോക്സിനാണ്. അതുപോലെ കുട്ടികളിലെ വളർച്ചയെ നിയന്ത്രിക്കുന്നു തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് തൈറോയിഡിൻ്റെ വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത്. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറഞ്ഞ 2 ഹോർമോൺസ് ഉണ്ടല്ലോ, ഒന്ന് തൈറോക്സിനും അതുപോലെ ഓക്സിറ്റോസിനും. അതിൻ്റെ അളവ് പരിശോധിച്ചും അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് ഇതിൻ്റെ വൈകല്യം തിരിച്ചറിയുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന പല ഹോർമോണുകളും റിലീസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ചില ഹോർമോണുകൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും, തൈറോയ്ഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺസും അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനം കൂടെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് തൈറോയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ പറഞ്ഞാണ് T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലാബോറട്ടറി പരിശോധനകൾ ജനറലി വൈകല്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. ഓക്കെ, T3, T4, TSH. അതുപോലെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ അതിന് പറയുന്ന പേരായിരിക്കും ഹൈപ്പോതൈറോയിഡിസം. ഈ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് കുറഞ്ഞ ഉപാപചയ നിരക്ക്, കുറഞ്ഞ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അതുപോലെ മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ ശരീരകലകളുടെ വീക്കം. ഇവയൊക്കെയായിരിക്കും ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയ്ക്കായിരിക്കും ക്രെട്ടനിസം എന്ന് പറയാം. പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ക്രെട്ടനിസം. ഓക്കെ, ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ഉൽപ്പാദനക്കുറവ് മൂലം, തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെട്ടനിസം. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇനിയിപ്പോൾ മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മിക്സഡിമ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മിക്സഡിമ തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപ്പാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിത ഗതിയിൽ ആകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അഡൽട്സിൻ്റെ അകത്ത് മുതിർന്ന ആളുകൾ ഈ പറഞ്ഞ തൈറോയിഡിൻ്റെ ഉൽപ്പാദനം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അവരുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളുകൾ മെലിഞ്ഞുണങ്ങിയിരിക്കും. ഹൈപ്പർ തൈറോയിഡിസം, അതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയാം. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപ്പാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ഉപാപചയ നിരക്ക്, അതുപോലെ കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക. ഇതാണ് പ്രധാന ലക്ഷണം. അവർക്ക് വെയിറ്റ് ലോസ് വളരെ പെട്ടെന്നുണ്ടാവും. ശരീരഭാരം കുറയുക, അതുപോലെ തന്നെ വൈകാരിക പ്രക്ഷുബ്ധത. ഇവയൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന ലക്ഷണത്തോടു കൂടിയ ഗ്രേവ്സ് രോഗത്തിന് കാരണമായി തീരാറുണ്ട്. ഗ്രേവ്സ് രോഗം, അവരുടെ കണ്ണുകൾ ഒരുപോലെ പറയാതെ പുറത്തേക്ക് തള്ളി നിൽക്കും. അതാണ് ഗ്രേവ്സ് ഡിസീസിൻ്റെ പ്രത്യേകത. അത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കുന്ന രോഗമാണ് ഗ്രേവ്സ് ഡിസീസ്. അപ്പം
അപ്പം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മറ്റൊരു പേര് എന്തെന്ന് ചോദിച്ചാൽ ഗ്രേവ്സ് ഡിസീസാണ്. ഗ്രേവ്സ് ഡിസീസ് ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഹൈപ്പർ തൈറോയിഡിസം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓപ്ഷൻ്റെ അകത്ത് ഗ്രേവ്സ് ഡിസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അയഡിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തൈറോക്സിൻ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള മൂലകം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അയഡിൻ ആണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. അങ്ങനെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അയഡിൻ്റെ അഭാവത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരും. ആ ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഗോയിറ്റർ. ഗോയിറ്ററിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരുന്ന രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഗോയിറ്റർ. ഇനിയിപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ടല്ലോ തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പേരെന്തായിരുന്നു? കാൽസിറ്റോണിൻ. എങ്ങനെയാണ് കാൽസിറ്റോണിൻ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 9 മുതൽ 11 mg/100 ml ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 9 to 11 mg/100 ml ആണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ നോർമൽ അളവ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് കുറയ്ക്കാൻ എന്ന തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഓർത്തോളുക, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുകയല്ല, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് എന്ത് ചെയ്യുന്നത്? തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണായ കാൽസിറ്റോണിൻ ചെയ്യുന്നത്. തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണാണ് അല്ലേ, തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണിനും. തൈറോക്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? തൈറോക്സിൻ കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ക്രെട്ടനിസം ഉണ്ടാവും അല്ലേ, ക്രെട്ടനിസം ഉണ്ടാവും, മെക്സഡെമിയ ഉണ്ടാവും, ഗ്രേവ്സ് ഡിസീസ് ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഹോർമോണായ കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ്റെ പ്രത്യേകത എന്താണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് കാൽസിറ്റോണിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പുറകുവശത്താണ് ഈ പറഞ്ഞ പാരാതൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഈ പറഞ്ഞ 4 യെല്ലോ ഡോട്ട്സ് ആണ് തൈറോയ്ഡിൻ്റെ പുറകുവശമാണിത്. തൈറോയ്ഡിൻ്റെ പുറകുവശത്തുള്ള 4 യെല്ലോ ഡോട്ട്സ് ആണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ 4 ഭാഗത്തായിട്ടാണ്, 4 കോർണറിലായിട്ടാണ് ഈ പറഞ്ഞ പാരാതൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് പാരാത് ഹോർമോൺ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പാരാത് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പാരാത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി പാരാത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൈറോയിഡിൻ്റെ പുറകുവശത്താണ്. കാൽസിറ്റോണിൻ്റെയും പാരാത് ഹോർമോണിൻ്റെയും പ്രവർത്തനങ്ങൾ പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml ആണ്. ഇനിയിപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയും. അതുപോലെ തന്നെ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കും. ഇപ്പം നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ, ഈ പറഞ്ഞ പോലെ തന്നെ 9 മുതൽ 11 mg അതിലും കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് അതിലും കുറവാണെന്നുണ്ടെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗീരണം ചെയ്യും. അതുപോലെ തന്നെ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയും. അപ്പം ഇതാണ് പാരാത് ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. മാറലിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. സ്റ്റേണം എന്ന് പറയും. സ്റ്റേണത്തിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ജുവനൈൽ ഹോർമോൺ അല്ലെങ്കിൽ
ജുവനൈൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്താണ്? തൈമസ് ഗ്രന്ഥിയാണ്. ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തൈമസ് ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. അതുപോലെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. ജുവനൈൽ ഹോർമോൺ അഥവാ യുവത്വ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈമോസിനാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഈ ടി ലിംഫോസൈറ്റിൻ്റെ കാര്യം നമ്മൾ എവിടെ മുമ്പേ പറഞ്ഞത്? ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞല്ലേ. ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ കേസിൽ ഈ പറഞ്ഞ ടി ലിംഫോസൈറ്റ് എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസിനെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഈ ടൈപ്പ് 1 അല്ലെങ്കിൽ ഈ പറഞ്ഞ അതെന്താണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമാകുന്നത്? ടി ലിംഫോസൈറ്റ്സ് ബീറ്റാ സെൽസിനെ നശിപ്പിക്കുന്നത് മൂലമായിരുന്നു അല്ലേ. ഈ ടി ലിംഫോസൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ടി ലിംഫോസൈറ്റിനെ പാകപ്പെടലിനെയും അതുപോലെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. രോഗപ്രതിരോധ ശേഷിയുടെ ഘടകമാണ് ഈ പറഞ്ഞ ടി ലിംഫോസൈറ്റ്. ശ്വേതരക്താണുവാണ് ടി ലിംഫോസൈറ്റ്. അപ്പോൾ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. ഇത് അഡൽട്ട് ആവുന്നതോടുകൂടി മനുഷ്യരിൽ ഇല്ലാതാകുന്ന ഒരു ഹോർമോണാണ് അഥവാ ഗ്രന്ഥിയാണ്. ശൈശവാവസ്ഥയിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അഡൽട്ട് സ്റ്റേജിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രവർത്തനരഹിതമാകും. തൈമോസിൻ അഥവാ തൈമസ് ഗ്രന്ഥി. ഇനിയിപ്പോൾ അതിവൃക്ക ഗ്രന്ഥി എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വൃക്കയുടെ തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഇന്നർ ഭാഗം, അകംഭാഗം, ഉൾഭാഗം അറിയപ്പെടുന്ന പേരാണ് മെഡുല്ല. അതുപോലെ പുറം ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോട്ടക്സ് ഉണ്ട്, മെഡുല്ലയുണ്ട്. ഈ മെഡുല്ലയാണ് നമ്മുടെ അഡ്രിനാലിൻ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അഡ്രിനാലിനെ പറ്റി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വൃക്കയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് അതിവൃക്ക ഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്ലാൻഡ്. അതിവൃക്ക ഗ്രന്ഥി അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോട്ടക്സ്. ഇന്നർ ഭാഗം അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്ന പേര് മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അതുപോലെ തന്നെ നോറെപ്പിനെഫ്രിൻ. ഈ എപ്പിനെഫ്രിൻ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അഡ്രിനാലിൻ. അപ്പോൾ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പുറപ്പെടുവിക്കുന്നത് ആരാണ്? മെഡുല്ലയാണ്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഇന്നർ ലെയറായിട്ടുള്ള മെഡുല്ലയാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? അഡ്രിനാലിനും അതുപോലെ തന്നെ നോർ അഡ്രിനാലിനും പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഈ പറയുന്ന മെഡുല്ലയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോക്കാം. ഈ പറഞ്ഞ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറം ഭാഗമായിട്ടുള്ള കോട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞല്ലോ, മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പിനെഫ്രിനും അതുപോലെ നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിനും ആണ്. എന്താണ് അഡ്രിനാലിൻ ചെയ്യുന്നത്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നെങ്കിൽ പോരാടാനോ പിന്തിരിഞ്ഞ് ഓടാനോ സഹായിക്കുന്നു. ഒന്നെങ്കിൽ പോരാടാനോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഓടുവാനോ സഹായിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ. ഓക്കെ. അതുപോലെ നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ, അതായത് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു, പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്നു. രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഓക്കെ. അതുപോലെ തന്നെ പുറം ഭാഗമായ കോട്ടക്സ് പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ, അതുപോലെ തന്നെ ആൾഡോസ്റ്റിറോൺ, അതുപോലെ ലൈംഗിക ഹോർമോണുകൾ. എന്താണ് കോർട്ടിസോൾ ചെയ്യുന്നത്? മാംസ്യം അതുപോലെ തന്നെ കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, അതുപോലെ തന്നെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, അതുപോലെ ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, ഇവയൊക്കെ ചെയ്യുന്നത് കോർട്ടിസോളാണ്. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ.
ഓക്കെ. അതുപോലെ ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, ഇവയൊക്കെ ചെയ്യുന്നത് കോർട്ടിസോളാണ്. അതുപോലെ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം ചെയ്യുന്നതും കോർട്ടിസോളാണ്. ഇനിയിപ്പോൾ ആൾഡോസ്റ്റിറോൺ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു അല്ലെങ്കിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നത് ആൾഡോസ്റ്റിറോണാണ്. അതുപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും ആൾഡോസ്റ്റിറോണാണ്. ഇനിയിപ്പോൾ ലൈംഗിക ഹോർമോണുകളുണ്ട്. അതായത് ലൈംഗിക വളർച്ചയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ അത്തരം ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കോർട്ടക്സ് ആണ്. അപ്പോൾ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും റിലീസ് ചെയ്യുന്നത് ആരാണ്? മെഡുല്ലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ജൈവ ഘടികാരം, മനുഷ്യ ശരീരത്തിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അതിൻ്റെ പേരാണ് പൈനിയൽ ഗ്ലാൻഡ് അഥവാ പൈനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. കറക്റ്റ് സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി അഥവാ പൈനിയൽ ഗ്ലാൻഡ്. ഉറങ്ങുവാനും ഉണരുവാനും സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്ലാൻഡ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്ലാൻഡ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്താണ്? പൈനിയൽ ഗ്ലാൻഡ് ആണ്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. അപ്പം മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പൈനിയൽ ഗ്ലാൻഡ് ആണ്. അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? പൈനിയൽ ഗ്ലാൻഡ് ആണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുവാൻ സഹായിക്കുന്നത് മെലാറ്റോണിൻ. അതുപോലെ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. അതുപോലെ രാത്രികാലങ്ങളിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും, പകൽ സമയത്ത് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറവുമാണ്. അപ്പം ഉറക്കത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിനാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കുള്ളത് പീയൂഷഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാറുണ്ട്. വളർച്ചാഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന 2 ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. 2 ദളങ്ങൾ, അതായത് ആൻറ്റീരിയർ ലോബുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റീരിയർ ലോബുണ്ട്. ഇതുപോലെ തന്നെ 2 ദളങ്ങളാണ്. ഒരു ദളം, 2 ദളം. 2 ദളങ്ങളുള്ള ഗ്രന്ഥിയാണ്. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2 ദളങ്ങളുണ്ട്, ആൻറ്റീരിയർ ലോബുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റീരിയർ ലോബുണ്ട്. പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അതുപോലെ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം. അപ്പോൾ ജൈജാൻറ്റിസം എന്തിൻ്റെ ഓവർ പ്രൊഡക്ഷൻ മൂലമാണ്? സൊമാറ്റോട്രോപ്പിൻ്റെ ഓവർ പ്രൊഡക്ഷൻ മൂലമാണ് ജൈജാൻറ്റിസം ഉണ്ടാകുന്നത്. തൈറോക്സിനുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ജൈജാൻറ്റിസം ഉണ്ടാകുന്നത് സൊമാറ്റോട്രോപ്പിൻ്റെ ഓവർ പ്രൊഡക്ഷൻ മൂലമാണ്. ഇനിയിപ്പോൾ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം അഥവാ ഡ്വാർഫിസം. അപ്പോൾ വാമനത്വവും ഡ്വാർഫിസവും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗളി. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ്റെ ഓവർ പ്രൊഡക്ഷൻ മൂലം ശരീരത്തിലെ അസ്ഥികൾ ക്രമാതീതമായിട്ട് വളരുന്ന രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അക്രോമെഗളി. ക്രമാതീതവും അതുപോലെ ഇറഗുലറുമായിട്ട് വളരുന്ന അവസ്ഥയാണ് അക്രോമെഗളി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്കിയുള്ള
ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. എന്തുകൊണ്ടാണ് ഇത് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്? ഇപ്പോൾ മനസ്സിലായല്ലോ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്രോപ്പിക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാനുള്ള കാര്യം എന്തായിരുന്നു? ബാക്കിയുള്ള ഗ്രന്ഥികളെല്ലാം സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നുണ്ട്, അഥവാ ട്രോപ്പിക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കിഡ്നി ആണെന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അഡ്രിനൽ ഗ്ലാൻഡ് ആണെന്നുണ്ടെങ്കിലും ബോണ്, മസില്, സ്കിന്ന്, ഓവറി, ടെസ്റ്റിസ്, തൈറോയ്ഡ് ഇവയെല്ലാം സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നുണ്ട്, അഥവാ ട്രോപ്പിക് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ്. ട്രോപ്പിക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ആരാണ്? പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇനിയിപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അതുപോലെ തന്നെ അവയുടെ ഫങ്ഷൻസ് അഥവാ ധർമ്മം എന്ത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നം അറിയാം. എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം, അക്രോമെഗളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അതുപോലെ തന്നെ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ACTH എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും ഫ്രണ്ടൽ ലോബാണ്, പോസ്റ്റീരിയർ ലോബാണ്, പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബാണ്. എന്താണ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രിനൽ ഗ്രന്ഥി നമ്മൾ നോക്കിയല്ലോ, അതിവൃക്ക ഗ്രന്ഥി അല്ലേ. അതിൻ്റെ കോർട്ടക്സ് പുറപ്പെടുവിക്കുന്നത് പ്രധാനമായിട്ടും 3 ഹോർമോണുകളായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു? ആൾഡോസ്റ്റിറോൺ ഉണ്ടായിരുന്നു, കോർട്ടിസോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടായിരുന്നു അല്ലേ. GH ഹോർമോൺസ് ഉണ്ടായിരുന്നു. ആൾഡോസ്റ്റിറോണ്, കോർട്ടിസോൾസ്, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് അല്ലേ. ഇതൊക്കെയായിരുന്നു എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? കോർട്ടക്സ്, അതിവൃക്കാഗ്രന്ഥിയുടെ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞ 3 ഗ്രന്ഥികളായിരുന്നു. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ആരാണ്? ACTH ആണ്, അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അതുപോലെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, അതുപോലെ സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു, GTH. അതുപോലെ വളച ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രോലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് മുലപ്പാൽ ഉൽപ്പാദനം കൂട്ടുന്നത് പ്രോലാക്റ്റിനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ. അപ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? വാമനത്വവും അതുപോലെ ഡ്വാർഫിസവും ജൈജാൻറ്റിസവും ഒക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ. അതുപോലെ ഹൈപ്പോതലാമസ്. ഇനിയിപ്പോൾ നമുക്ക് ഹൈപ്പോതലാമസിൻ്റെ കാര്യം നോക്കാറുണ്ട്. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകളായിട്ടുള്ള TSH, ACTH, GTH ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസിൻ്റെ കൺട്രോളിൽ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് സത്യത്തിൽ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൈപ്പോതലാമസ് ആണ്. കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കും എങ്കിലും. അതുപോലെ തന്നെ early ഇൻഹിബിറ്ററി ഹോർമോൺസ് ഉണ്ട്. ഹൈപ്പോതലാമസ് 2 തരം ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും. റിലീസിങ് ഹോർമോണാണ് പിറ്റ്യൂട്ടറിയുടെ അണ്ടറിൽ TSH, ACTH, GTH ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻഹിബിറ്ററി ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുക അഥവാ ഇൻഹിബിറ്റ് ചെയ്യുകയായിരിക്കും ഈ പറഞ്ഞ ഇൻഹിബിറ്ററി ഹോർമോണുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ഒരു അന്തഃസ്രാവി ഗ്രന്ഥിയാണ്. അന്തഃസ്രാവി ഗ്രന്ഥി അഥവാ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡാണ് എന്ത്? ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ മാസ്റ്റർ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞു. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ആരാണ് ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ്.
ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകളായ TSH, ACTH, GTH എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുവാനായി ഹൈപ്പോതലാമസ് സ്രവിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. ഇത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. റിലീസിംഗ് ഹോർമോണുകൾ അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി ശരീരത്തിലെ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനം നിയന്ത്രിക്കപ്പെടുന്നു. റിലീസിംഗ് ഹോർമോൺ ശരിക്കും ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസിൻ്റെ കൺട്രോളിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോൺസും കൂടെ ചേർന്നിട്ടാണ് അന്തസ്രാവി ഗ്രന്ഥികളുടെ എല്ലാം തന്നെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് അഥവാ കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ ഹൈപ്പോതലാമസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണല്ലോ എന്ത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഫ്രണ്ടൽ ലോബ് അഥവാ ആൻറ്റീരിയർ ലോബുണ്ട്, പോസ്റ്റീരിയർ ലോബുണ്ട്, മുൻതളമുണ്ട്, പിൻതളമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ ചില സിരകളാൽ ഇത് കണക്റ്റഡ് ആണ്. ഫ്രണ്ടൽ ലോബും അതുപോലെ ആൻറ്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും ചില സിരകളാൽ കണക്റ്റഡ് ആണ്. അതുപോലെ ഡയറക്റ്റ് നാഡീതന്തുക്കളാലും കണക്റ്റഡ് ആണ്. തലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് നെർവ്സ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തോളുക, 2 ലോബുണ്ടെന്ന് പറഞ്ഞു. ആൻറ്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്. ആൻറ്റീരിയർ ലോബിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആൻറ്റീരിയർ ലോബായിരുന്നു ഈ പറഞ്ഞ ട്രോപ്പിക് ഹോർമോണുകളെല്ലാം തന്നെ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. TSH ആണെങ്കിലും ACTH ആണെങ്കിലും GTH ആണെന്നുണ്ടെങ്കിലും അതൊക്കെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റീരിയർ ലോബിൻ്റെ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ പോസ്റ്റീരിയർ ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പിൻതളത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പിൻതളമാണ് ഈ പറഞ്ഞ ഓക്സിറ്റോസിനും വാസോപ്രസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിൻ്റെ കൺട്രോൾ? ഹൈപ്പോതലാമസിൻ്റെ കൺട്രോൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പം അങ്ങനെ സ്റ്റോറേജ് എന്നൊരു ഫംഗ്ഷനും കൂടെ ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്സിറ്റോസിനും വാസോപ്രസിനും പ്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ആക്ച്വലി ചെയ്തത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിറ്റോസിനും വാസോപ്രസിനും ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ പോസ്റ്റീരിയർ ലോബ് അഥവാ പിൻതളത്തിൽ, പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ. ക്ലിയർ അല്ലേ? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യും. അതുപോലെ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് വാസോപ്രസിന് ഉള്ളത്. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീരണം അതിന് സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? വാസോപ്രസിൻ. അതുപോലെ ആൻറ്റി ഡൈയൂറട്ടിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ വാസോപ്രസിൻ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആൻറ്റി ഡൈയൂറട്ടിക് ഹോർമോൺ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യുന്ന വാസോപ്രസിൻ. ആൻറ്റി ഡൈയൂറട്ടിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ആരാണ്? വാസോപ്രസിനാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ കൂടിയ അളവിൽ മൂത്രം പുറം തള്ളപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. നമ്മൾ മുമ്പേ ഒരു കാര്യം നോക്കിയായിരുന്നല്ലോ, ഡയബറ്റിസ് മെലിറ്റസ്. അതെന്താണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ? പ്രമേഹം, മൂത്രത്തിൽ കൂടെ പഞ്ചസാര, ഗ്ലൂക്കോസ്, ഷുഗർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത്? ഡയബറ്റിസ് മെലിറ്റസ്. അധിക ജലം മൂത്രത്തിൽ കൂടെ പുറത്തു പോകുന്ന അവസ്ഥയാണ് എന്ത്? ഈ പറഞ്ഞ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്, ചോദിക്കാറുണ്ട്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ള ടൈം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ള ടൈം അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ കൂടിയ അളവിൽ മൂത്രം പുറത്തു പോകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനിയിപ്പോൾ നമ്മൾ വാസോപ്രസിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ
ഗർഭാശയ ഭിത്തികളിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമം ആക്കുവാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പം പ്രസവത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുപോലെ തന്നെ മുലപ്പാൽ ചുരത്തുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളാണ് അണ്ഡാശയവും വൃഷ്ണവും. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. വൃഷ്ണം അഥവാ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതായത് ആണുങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ശബ്ദത്തിൻ്റെ വ്യത്യാസം, അതായത് ലോ പിച്ച് സൗണ്ട്, ബാസ് കൂടിയ സൗണ്ട്, അതുപോലെ തന്നെ രോമ വളർച്ച, അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് പുരുഷന്മാരിൽ. അതുപോലെ ബീജോത്പാദനം എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ അഥവാ വൃഷ്ണങ്ങളാണ്. ഇനിയിപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ലോ പിച്ച് ഹൈ പിച്ച് സൗണ്ട്, ഫ്രീക്വൻസി കൂടിയ സൗണ്ട്, അതുപോലെ തന്നെ അതായത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, സ്ത്രീകൾക്ക് മാത്രം കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അണ്ടോൽപാദനം, ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണം ആരാ ചെയ്യുന്നത്? ഈസ്ട്രജനാണ്. അതുപോലെ പ്രൊജസ്ട്രോൺ, അതായത് അണ്ടോൽപാദനം, ആർത്തവചക്രം, അതുപോലെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ അത് ഓർത്തുകൊള്ളുക. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്. പ്രൊജസ്ട്രോണിൻ്റെ കാര്യം ഓർക്കുക. ഇനിയിപ്പോൾ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിപ്പിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് ഫിറോമോണുകൾ. ചോദിച്ചിട്ടുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഇങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിപ്പിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്ത്? എന്താണ്? ഫിറോമോണുകളാണ്. ഫിറോമോണുകൾ ഇണയെ ആകർഷിക്കൽ, അതുപോലെ തന്നെ ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ജീവികളെ സഹായിക്കുന്ന രാസവസ്തുവാണ് ഫിറോമോണുകൾ. ഓക്കെ. അതുപോലെ തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ്. അതുപോലെ ചില ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫെറോമോണുകളെ പറ്റി ചോദിക്കാറുണ്ട്. വെരുക ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണിൻ്റെ പേരാണ് സിവറ്റോൺ. വെരുക എന്ന് പറഞ്ഞാൽ ഈ പൂച്ച പോലുള്ള ജീവിയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണിൻ്റെ പേരാണ് സിവറ്റോൺ. അതുപോലെ കസ്തൂരിമാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോൺ കസ്തൂരി അഥവാ മസ്കോൺ ആണ് ഈ പറഞ്ഞ കസ്തൂരിമാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോൺ. അതുപോലെ പെൺ പട്ടുനൂൽ പുഴു ശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണിൻ്റെ പേരാണ് ബോംബിക്കോൾ. സിവറ്റോൺ, മസ്കോൺ, ബോംബിക്കോൾ. സിവറ്റോൺ ആരാണ്? വെരുക്. അതുപോലെ മസ്കോൺ കസ്തൂരിമാൻ, പെൺ പട്ടുനൂൽ ശലഭം, ബോംബിക്കോൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിറോമോണുകൾ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് സസ്യങ്ങളിലും ജന്തുക്കളിൽ മാത്രമല്ല ഇതുപോലെ ഹോർമോണുകളുള്ളത് അഥവാ കെമിക്കൽ സബ്സ്റ്റൻസുകളുള്ളത്. സസ്യങ്ങളിലുമുണ്ട്. സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അഥവാ ഹോർമോണുകളെ പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഓക്സിനെ പറ്റി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്സിനും സൈറ്റോകിനും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്സിൻ, സൈറ്റോകിനിൻ, അതുപോലെ ഗിബർലിൻ, ഈ പറഞ്ഞ എല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്സിൻ കോശവളർച്ച, അതുപോലെ തന്നെ കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഓക്സിനാണ്. കോശവളർച്ച, കോശത്തിൻ്റെ ദീർഘീകരണം, അഗ്രമുകുളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം, അതായത് വളർന്നു വരുന്ന ചെറിയ ചെടികളിലൊക്കെ വളർന്നു വരുന്ന അഗ്രത്തിൽ കാണപ്പെടുന്ന ഹോർമോണാണ് ഓക്സിൻ. അതുപോലെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടിയുടെ റൂട്ടിൽ കാണപ്പെടുന്ന ഹോർമോണാണ് ഓക്സിൻ. കോശവളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം ഇവയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ. ഇനിയിപ്പോൾ സൈറ്റോകിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം, ഫാസ്റ്റായിട്ട് കോശങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സൈറ്റോകിനിനാണ്. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം ഇവയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സൈറ്റോകിനിനാണ്. എഥിലീൻ, വാതക രൂപത്തിൽ കാണപ്പെടുന്ന ഹോർമോണാണ് എഥിലീൻ. ഇലകളും ഫലങ്ങളും പാകമാകൽ, അതുപോലെ കൂടിയ അളവിലായാൽ പഴങ്ങളും ഇലകളും പൊഴിക്കുക ഇവയൊക്കെയാണ് ഈ പറഞ്ഞ എഥിലീൻ്റെ ഫംഗ്ഷൻ. ഇലകളും ഫലങ്ങളും പാകമാക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ കൂടിയ അളവിലായി കഴിഞ്ഞാൽ ഇലകളും പഴങ്ങളും പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലീൻ. അതുപോലെ തന്നെ വാതക രൂപത്തിൽ കാണപ്പെടുന്ന ഹോർമോണാണ് എഥിലീൻ. ഇനിയിപ്പോൾ ഗിബർലിൻ, അതായത് സമ്പ്രദാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇല വിരിയുവാൻ സഹായിക്കുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഗിബർലിനാണ് ചെയ്യുന്നത്.
സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ്, സീഡിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് യൂസ് ചെയ്ത് പുതിയ ചെടിയായിട്ട് വളരുവാൻ സഹായിക്കുന്നത് ഗിബറലിനാണ്. ഗിബറലിൻ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കുവാൻ സഹായിക്കുന്നു. ഇല വിരിയാൻ സഹായിക്കുന്നതൊക്കെ ഗിബറലിനാണ്. അതുപോലെ അബ്സസിക് ആസിഡ് ഉണ്ട്. ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ, അതുപോലെ പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയൽ, ഇവയൊക്കെയാണ് അബ്സസിക് ആസിഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫംഗ്ഷനുകൾ മന്ദീഭവിപ്പിക്കുക, ഭ്രൂണത്തെ ഉറക്കിക്കിടത്തുക, അഥവാ സുപ്താവസ്ഥ എന്താണ് അത് ജെർമിനേറ്റ് ചെയ്യാതെ സൂക്ഷിക്കുന്നത് ഈ പറഞ്ഞ അബ്സസിക് ആസിഡാണ്. അതുപോലെ പാകമായ ഇലകൾ, കായ്കൾ എന്നിവയൊക്കെ പൊഴിയാൻ വേണ്ടി സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് കുറയുവാൻ സഹായിക്കുന്നത്, ആ ഒരു ചെടിയുടെ ആക്ടിവിറ്റീസ് കുറയുവാൻ സഹായിക്കുന്നത് അബ്സസിക് ആസിഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലാന്റ് ഹോർമോൺസ്: ഗിബറലിൻ, ഓക്സിൻ, സൈറ്റോകിനിൻ, എഥിലീൻ, അബ്സസിക് ആസിഡ്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകൾ. ഇനിയിപ്പോൾ കൃത്രിമ സസ്യ ഹോർമോണുകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി സസ്യ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചില കൃത്രിമ സസ്യ ഹോർമോണുകളാണ് ഓക്സിനുകൾ. അതായത് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, അതുപോലെ തന്നെ വേരുമുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് ഓക്സിൻ. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു, വേരുമുളപ്പിക്കൽ, അതുപോലെ കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കാണ് കാർഷിക മേഖലയിൽ ഓക്സിൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഗിബറലിനുണ്ട്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നത് ഗിബറലിനാണ്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഫലങ്ങൾ പഴുത്തു പോകാതിരിക്കുവാൻ സഹായിക്കുന്നു ഗിബറലിൻ. ഇനിയിപ്പോൾ എഥിലീൻ. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കുവാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയവ പഴുപ്പിക്കുവാനും ഉപയോഗിക്കുന്നത് എഥിലീനാണ്. അതുപോലെ എത്തിഫോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥമാണ്. നമുക്കറിയാം എഥിലീൻ ഒരു വാതകമാണ്. എത്തിഫോൺ എന്നത് ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥമാണ്. റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇത് എഥിലീനായിട്ട് മാറിയതിനു ശേഷം പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. അതാണ് എത്തിഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അബ്സസിക് ആസിഡ് ഉണ്ട്. പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്തുവാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്തുവാൻ സഹായിക്കുന്നു. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേര് മുളപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് ഓക്സിൻ. മുമ്പേ പറഞ്ഞ കാര്യമാണ്. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന 2 ഓക്സിനുകളാണ്: നാഫ്തലിൻ അസറ്റിക് ആസിഡ് NAA, അതുപോലെ ഇൻഡോർ ബ്യൂട്ടീറിക് ആസിഡ് അഥവാ IBA. വിത്തില്ലാത്ത ഫലങ്ങൾ നിർമ്മിക്കുവാൻ കൃത്രിമമായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. വിത്തില്ലാത്ത മുന്തിരിയൊക്കെ കണ്ടിട്ടുണ്ടോ? വിത്തില്ലാത്ത ഫലങ്ങൾ നിർമ്മിക്കുവാൻ കൃത്രിമമായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. അതുപോലെ കളനാശിനിയായി ഉപയോഗിക്കുന്ന കൃത്രിമ ഓക്സിനാണ് 2,4-D എന്നറിയപ്പെടും. 2,4-D, അതായത് 2,4 ഡൈക്ലോറോ ഫിനോക്സി അസറ്റിക് ആസിഡ്. ഇതെന്താണ്? കളനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബീജസംയോജനം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പാർത്തനോകാപ്പി. ബീജസംയോജനം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലമായി മാറുന്ന പ്രക്രിയ, അതിന് പറഞ്ഞ പേരാണ് പാർത്തനോകാപ്പി. ഈ പറഞ്ഞ പാർത്തനോകാപ്പിക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ, അതിനുപയോഗിക്കുന്ന ഹോർമോണാണ് ഗിബറലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഒറ്റയടിക്ക്, പ്രത്യേകിച്ചും ആദ്യമായിട്ട് പഠിക്കുന്നവർ ഒറ്റയടിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. അല്ലാത്തവർ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.